സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 26 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം കേട്ടോ. നൗ can't you fill up the following table by multiplying the numerator and denominator by a number. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് ഈ പട്ടിക പൂരിപ്പിക്കുമല്ലോ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ നമ്പറിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തന്നിട്ടുള്ള മൾട്ടിപ്ലയർ കൊണ്ട്, അതായത് ഈ ഒരു ഗുണിക്കാനുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കണ്ടുപിടിക്കുക, അനദർ ഫോമും കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഫ്രാക്ഷൻ തന്നിരിക്കുന്നത് 2/3 ആണ്. മൾട്ടിപ്ലയർ, അതായത് ഇവിടുത്തെ ഭിന്നസംഖ്യ തന്നിരിക്കുന്നത് 2/3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അതായത് ഗുണിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഗുണിച്ചതിന് ശേഷം കിട്ടുന്ന ആ ഒരു പുതിയ സംഖ്യ പുതിയ ന്യൂമറേറ്ററായിട്ടും ഡിനോമിനേറ്ററായിട്ടും എഴുതാം. അത് വെച്ച് തന്നെ അനദർ ഫോമും എഴുതാം. ഇവിടെ തന്നിട്ടുള്ള മൾട്ടിപ്ലയർ, അതായത് ഗുണിക്കാനുള്ള സംഖ്യ 4 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷണൽ നമ്പറിനെ ഗുണിച്ചതിന് ശേഷം നമുക്കിതൊന്ന് എഴുതി നോക്കാം കേട്ടോ. 2/3നെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് ഗുണിക്കണം. അപ്പോൾ നമുക്കിവിടെ എഴുതാം 2 × 4 ഡിവൈഡഡ് ബൈ 3 × 4. 2 × 4 എന്ന് പറഞ്ഞാൽ 8 വരും. 3 × 4 എന്ന് പറഞ്ഞാൽ 12 വരും. അപ്പോൾ ഇതിൽ മുകളിൽ കിടക്കുന്നത് അംശമാണ്, ന്യൂമറേറ്ററാണ്, അതവിടെ എടുത്തെഴുതി. താഴെ കിടക്കുന്നത് ഡിനോമിനേറ്ററാണ്, ഛേദമാണ്, അതവിടെ എടുത്തെഴുതി. ഇനി അനദർ ഫോം, അതായത് 2/3യുടെ മറ്റൊരു രൂപമാണ് 8/12, അതായത് 8ഉം 12ഉം നമ്മളിവിടെ എടുത്തെഴുതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് 2/3 ആണ്. മൾട്ടിപ്ലയർ, അതായത് ഗുണിക്കാനുള്ള സംഖ്യ 6 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം കേട്ടോ. 2/3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് 2 × 6 എന്ന് എഴുതാം, അതേപോലെ 3 × 6 എന്ന് എഴുതാം. 2 × 6 12, 3 × 6 18. അപ്പോൾ ഇതിൽ മുകളിൽ കിടക്കുന്നത് അംശമാണ്, 12 എഴുതി, അതായത് ന്യൂമറേറ്റർ. അതേപോലെ ഡിനോമിനേറ്ററാണ് 18 വന്നിരിക്കുന്നത് അല്ലേ, ഛേദം 18 വന്നിരിക്കുന്നു. 2/3യുടെ മറ്റൊരു ഫോമാണ് 12/18. ശരി, കിട്ടിയല്ലോ. ഇവിടെ തന്നിരിക്കുന്നത് 3/4 ആണ്. ഇവിടെ മൾട്ടിപ്ലയർ തന്നിട്ടില്ല, ന്യൂമറേറ്റർ തന്നിട്ടില്ല, ഡിനോമിനേറ്റർ 12 തന്നിട്ടുണ്ട് അല്ലേ. അനദർ ഫോം നമുക്ക് കണ്ടുപിടിക്കണം, മറ്റൊരു രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം കേട്ടോ. 3/4 എടുത്ത് എഴുതി. അതിനുശേഷം 3 × ഏതൊരു സംഖ്യ ചെയ്യണം, അതേപോലെ 4 × ഏതൊരു സംഖ്യ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററായിട്ട്, അതായത് ഛേദമായിട്ട് 12 തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇവിടെ ഛേദമാണ് 12 തന്നിരിക്കുന്നത്. ഈ 12 ആണല്ലോ ഇവിടെ വരേണ്ടത്. അതായത് 4നെ ഏതൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ നമുക്ക് 12 കിട്ടി. അപ്പോൾ നമുക്ക് 4ൻ്റെ ടേബിൾ ഒന്ന് നോക്കി നോക്കാം. 4, അതേപോലെ 8, 12 അല്ലേ. 4 × 3 ആണ് 12 വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 വെച്ചിട്ട് അംശത്തിനെയും ഛേദത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഇവിടെ 12 വന്നത് അല്ലേ. 4നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇവിടെ 12 വന്നു. അതേപോലെ 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും, 9 വരും. അത് നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. 3നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 9 വന്നു. 4നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 12. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അംശം, അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 9 ആണ്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 12 ആണ്. ഇനി 3/4ൻ്റെ മറ്റൊരു ഫോമാണ് 9/12. കിട്ടിയല്ലോ. അടുത്ത് നോക്കിയാലോ. അടുത്തിവിടെ തന്നിട്ടുള്ളത് 3/4 ആണ്. മൾട്ടിപ്ലയർ തന്നിട്ടില്ല, അതായത് ഗുണിക്കാനുള്ള സംഖ്യ തന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ന്യൂമറേറ്റർ അംശം തന്നിട്ടുണ്ട് 12. ബാക്കി രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെടുത്തൊന്ന് എഴുതാം കേട്ടോ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3/4 ആണ്. 3നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ്, മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അംശം, അതായത് ന്യൂമറേറ്റർ ആയിട്ട് നമുക്ക് 12 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3യുടെ ടേബിൾ നോക്കാം. അതായത് 3, 6, 9, 12. അതായത് 3 × 4 ആണ് 12 വരുന്നത്. 3 × 4 = 12, 4 × 4 = 16. അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ, അതായത് അംശം നമുക്ക് കിട്ടിയിട്ടുള്ളത് 12 ആണ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഛേദം 16 വരും. ഇനി അനദർ ഫോം 3/4ൻ്റെ അനദർ ഫോം എന്ന് പറയുന്നത് 12/16 ആണ്. ഇപ്പോൾ കിട്ടിയല്ലോ എല്ലാതും.